ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ ANQ ഫിനാൻസിൻ്റെ നമ്മുടെ എക്സ് കാർഡ് ലോൺ നമുക്കിപ്പോൾ ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും, ഇതൊരു പ്രീപെയ്ഡ് കാർഡാണ്. നമുക്ക് ഇതുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സംഭവം നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഈ കാർഡ് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു നമ്മളൊരു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ANQ ഫിനാൻസ് പറഞ്ഞ ആപ്പിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കായിരിക്കും ANQ ഫിനാൻസും യെസ് ബാങ്ക് കൂടിയിട്ട് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഇറക്കിയതാണ്, ഫീ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ വരുന്ന സംഭവമാണ്. ഫീ ക്രെഡിറ്റ് കാർഡും ഇതേപോലെ തന്നെയാണ് റിവാർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ടാണ്. അപ്പോൾ ആ കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിന്റെ ഒരു നമുക്ക് ആ ആപ്പിലേക്ക് കയറണമെങ്കിൽ തന്നെ നമുക്കൊരു ഇനീഷ്യൽ ഒരു ചാർജ് വരാറുണ്ട്. എനിക്ക് 99 രൂപ വന്നിട്ടുണ്ടെന്നുള്ളൂ. നോർമൽ ചാർജ് അതിന്റെ 1499 രൂപയാണ്. ഞാൻ അതിന്റെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മിക്കതും 99 റുപ്പീസിന് കയറാനുള്ള ഓഫർ നോർമലി വരാറുണ്ട്. അവിടെ സൈഡിൽ വാട്സാപ്പിൽ വരാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും ചെയ്യട്ടാ. അപ്പോൾ നമ്മുടെ ലിങ്ക് ത്രൂ കയറാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ആ കാർഡ്, കണ്ടോ? ഇതാണ് അതിന്റെ നമ്മുടെ എന്താ പറയാ കിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാർഡ് സംഭവങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സീൽഡ് ആണ്, കണ്ടപ്പോൾ ഞാൻ സീൽ പൊട്ടിച്ചപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കി നോക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാർഡ്, അത് കൊള്ളാലോ. ഇതെന്താ, ഫസ്റ്റ് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടൊരു ലെറ്റർ ഉണ്ട്. ഡിയർ വാല്യൂഡ് ANQ കസ്റ്റമർ എന്നൊക്കെ വന്നിട്ട് ഒരു ഉണ്ടോ. ഇതിലുള്ളത് ഞാൻ വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കാം. അവർ റെവല്യൂഷണറി പ്രീപെയ്ഡ് കാർഡ് ലെറ്റ്സ് യു ഷോപ്പ് അറ്റ് 9 million merchants and earn Bitcoin or digital gold reward with our shopping feature. You can maximize your earning at 2000 plus merchant partners എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അത്. അപ്പോൾ അതിൻ്റെ ഒരു വെൽക്കം ലെറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാർഡ്, ഇതാണ് ഒരു ആപ്പ് കേട്ടോ. ഇതാണ് ആപ്പിൻ്റെ പേര് ANQ എന്ന് പറഞ്ഞിട്ട്. ആപ്പിളിലുണ്ട്, നമുക്ക് ആൻഡ്രോയിഡിലും ഉണ്ട്. അപ്പോൾ ഇതാ കാർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടോ? കൊള്ളാം. റൂപേ വേരിയന്റിൽ വരുന്ന കാർഡാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ NFC സപ്പോർട്ടറാണ്. ഇതാണ് കാർഡ് വരുന്നുണ്ടോ. ഇതാണ് കാർഡ്. അപ്പോൾ ബാക്ക് സൈഡിലാണ് അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ. പൈൻ ലാബ്സ് ആണ് പവർ ചെയ്തിരിക്കുന്നത്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ ഭാഷകൾ കൊടുത്തിട്ടുണ്ടോ. ഇതിൽ നമുക്ക് മലയാളം സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആൻസർ ടു അൾട്ടിമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് കാർഡ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ആക്ച്വലി വെർച്വൽ കാർഡും സംഭവമൊക്കെ ഉണ്ട്. ഇതെല്ലാം ആപ്പിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ANQ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് കേട്ടോ. ഇത് ഇപ്പോൾ ഈ ആപ്പിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ ബീറ്റാ സ്റ്റേജിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മെയിൻ്റനൻസ് സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരെ കോൺടാക്ട് തന്നെ കസ്റ്റമർ കെയറിന്. അപ്പോൾ അവരും പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ്സ് സംഭവം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയ സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീ ക്രെഡിറ്റ് കാർഡ്സും ഇപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. കുറേ ടെക്നിക്കൽ ഇഷ്യൂസും ഗ്ലച്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കാർഡ്, കണ്ടോ? ഇതിൽ കാണിക്കുന്നുണ്ട് വെർച്വൽ കാർഡ്. ഞാൻ ആക്ച്വലി ഇതിൽ 300 രൂപ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ആ സാധനം. അപ്പോൾ 250 രൂപയുടെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫിസിക്കൽ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ വരില്ല. ഫിസിക്കൽ ഡിജിറ്റൽ കാർഡ് മാത്രമേ കാണിക്കുള്ളൂ. നമുക്ക് നോർമൽ പോലെ ആഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്ര വേണമെങ്കിൽ ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റൂട്ടാ, കണ്ടോ? പിന്നെ നമുക്കിതിൽ 5% ഓൺ എക്സ് കാർഡ് സ്പെൻഡ് ഫോർ ന്യൂ മെമ്പേഴ്സ് ഒരു ഓഫർ സംഭവം വന്നിട്ടുണ്ട്. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ കുറേ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് അല്ല, ക്യാഷ് ബാക്ക് ആയിട്ട് ഒരുപാട് സംഭവമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഈ കിട്ടുന്ന സംഭവമൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ANQ ഇൻസൈഡ് എന്ന് ഇവിടെ കാണിക്കുന്ന ഒരു സാധനം. ഒരു ആപ്പ് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഷോപ്പിംഗ്, ഇപ്പോൾ ബൗണ്ടീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ബൗണ്ടീസ് എന്ന് പറയുന്നത് ബൗണ്ടീസ് ആണ് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ കിടക്കുന്നുണ്ടോ 49 രൂപ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു ബൗണ്ടി കിട്ടിക്കുന്നതാണ് കിടക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ ഈ ക്യാഷ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാം. ആഫ്റ്റർ 1 month ആ സാധനം കിട്ടിയ റിവാർഡ് കൺഫേം ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ കണ്ടോ. ഇതിൻ്റെ അപ്പോൾ ഇത് 3 സെക്ടറിലുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് ഞാൻ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം ഓഫറിൽ കിട്ടുകയാണെങ്കിൽ സാധനം എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഹൈലി റെക്കമെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഡിജിറ്റൽ ഗോൾഡായിട്ട് റിവാർഡ് പോയിന്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സംഭവത്തിലൊക്കെ ഈ കാർഡ് ഉപയോഗിച്ച് പർച്ചേസിങ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്ന ഡിജിറ്റൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു എന്തുകൊണ്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഞാനും ഡയറക്ട്ലി ഡിജിറ്റൽ ഗോൾഡ് വേറെ സംഭവത്തിലൊക്കെ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. ഗോൾഡ് നിങ്ങൾക്ക് അറിയായിരിക്കും വൺ ഓഫ് ദ
ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വെച്ചാൽ ഗോൾഡിന്റെ റേറ്റ് എന്തായാലും താഴേക്കൊന്നും പോകാൻ പോകുള്ളൂ, ഇനി കയറി തന്നെ പോകാറുള്ളൂ. 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഡബിളും ട്രിപ്പിളും 5x ഒക്കെ ആയിരിക്കും ചിലപ്പോൾ റേറ്റ് വരും. നിങ്ങൾക്ക് അറിയാം 10 കൊല്ലം മുമ്പ് ഗോൾഡിന്റെ വിലയും ഇപ്പോഴത്തെ ഗോൾഡിന്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാർഡിന്റെ ക്വാളിറ്റിയും കൊള്ളാട്ടോ. അത് ബ്ലാക്ക് കളർ കാർഡാണ്, ചെറിയൊരു ലൈൻസ് ഒക്കെ ഉണ്ട് റെഡ് കളറിലായിട്ട്, എക്സ് എന്നുള്ള ഒരു എംബ്ലം ഉണ്ട് കണ്ടോ. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ആക്ച്വലി പ്രീപെയ്ഡ് കാർഡ് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. UPI ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് എന്തായാലും UPI എന്താ വെച്ചാൽ വലിയ റിവാർഡ് സംഭവം എന്നുള്ള കാർഡൊന്നും ഇല്ലല്ലോ UPI ക്രെഡിറ്റ് കാർഡായിട്ട്. അപ്പോൾ അതിന് പകരം ഈ സാധനം ഉപയോഗിച്ച് നോക്കാം. ഇതിൽ പക്ഷെ നമുക്ക് ഇത് UPI ആഡ് ചെയ്യാനൊന്നും പറ്റില്ല, അത് പ്രീപെയ്ഡ് കാർഡാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് സംശയം ചോദിക്കുന്നത് എങ്ങനെയാണ് UPI ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. സാധനം ടാപ്പ് ആൻഡ് പേ ഉണ്ട്, നിങ്ങൾക്ക് മെഷീൻ അക്സെപ്റ്റ് ആയിട്ടുള്ള POS മെഷീൻ അക്സെപ്റ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും സാധനം ഉപയോഗിക്കാം. ഡെബിറ്റ് കാർഡും നോർമൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ANQ ഫിനാൻസുകാരുടെ എക്സ് കാർഡ് അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുപോലെ എടുക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം, ബൈ. അതിനു മുമ്പ് നമ്മുടെ 2 ചാനൽ മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് jmg.banksupportോടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഈ സൈഡ് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ വിത്ത് മൈ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കേട്ടോ, ബൈ.